മാണിക്യ കല്ലിനെ മറക്കില്ല ഞാൻ നിന്നെ. മാണിക്യ കല്ലിനെ മറക്കില്ല ഞാൻ നിന്നെ. മറക്കണ്ട നീ എന്നെ മരിക്കോളം നോക്കണേ. മറക്കണ്ട നീ എന്നെ മരിക്കോളം നോക്കണേ. മുത്തന്തരാൻ പോവണ്ട മുല്ലപ്പൂവേ വാടണ്ട. മുത്തന്തരാൻ പോവണ്ട മുല്ലപ്പൂവേ വാടണ്ട. അരിമുല്ല മാലയെ അഴകുപോൽ ചൂടണേ. അരിമുല്ല മാലയെ അഴകുപോൽ ചൂടണേ. ഉള്ളിലുള്ള നാണമോ എന്നോടുള്ള കോപവും. ഉള്ളിലുള്ള നാണമോ എന്നോടുള്ള കോപവും. മാണിക്യ കല്ലിനെ മറക്കില്ല ഞാൻ നിന്നെ. മറക്കണ്ട നീ എന്നെ മരിക്കോളം നോക്കണേ. പ്രിയമുള്ളവരെ നമസ്കാരം. ചാമ്യച്ചൻ കുമരേഷ് വടവന്നൂരാണ്. ഇന്ന് പ്രധാനപ്പെട്ട വിശേഷ ദിവസം സംക്രമം. കർക്കിടക മാസം 1-ാം തീയതി സംക്രമ ദിവസമാണ്. അപ്പോൾ പാലക്കാടിൻ്റെ തനത് കലയായ പൊറാട്ടുനാട കലയിലെ പ്രസിദ്ധമായ മാണിക്കക്കല്ല് പാട്ട് ഒരു ശ്രമം നടത്തിയതാണ്. ഇന്ന് 1-ാം തീയതിയായിട്ട് കർക്കിടക മാസമായിട്ട് എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ സംക്രമ ആശംസകൾ ഒരിക്കൽ കൂടി നേരുകയാണ്. സന്തോഷം. ഉള്ളവരെ നമസ്കാരം. ജാമ്യച്ചനാണ്. ഇന്നലെ അങ്ങനെ മൈലാഞ്ചിയൊക്കെ അരച്ചിട്ട് കൈയൊക്കെ തുടുതുടേന്നായി ഇന്ന് രാവിലെ എണീച്ച് രാവിലത്തെ പ്രധാനപ്പെട്ടത് ദോശ. നമ്മളിന്നിപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാ ദിവസവും ദോശയാണ്. എന്നാലും കർക്കിടക മാസം 1-ാം തീയതി സംക്രമ ദിവസത്തെ ദോശയ്ക്കൊരു സ്വാദ് തന്നെയാണ് കേട്ടോ. ചുവന്ന് തൊടുത്ത കയ്യിൽ മൈലാഞ്ചി കൈ കൊണ്ട് ദോശയൊക്കെ കഴിക്കാൻ. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഗംഭീരമായ നമ്മുടെ പാലക്കാടൻ കുമ്പളങ്ങ ഇറച്ചിയും കൂട്ടിയുള്ള ശാപ്പാടാണ്. അപ്പോൾ അതിൻ്റെ ഒരുക്കമാനത്തിൻ്റെ കാഴ്ചയാണിത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ എന്താ പറയുക, നമ്മുടെ വിറകടുപ്പിൽ കുമ്പളങ്ങ ഇറച്ചി ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. തിളച്ച് കുമ്പളങ്ങ ഇറച്ചി ഇങ്ങനെ കാണാം തിളച്ച് മറിയണത്. ഒരു സ്വാദ് തന്നെയാണ് നമ്മൾ ഈ വിറകടുപ്പിൽ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ തയ്യാറാക്കി ഉച്ചയ്ക്ക് കാരണന്മാരിനെയൊക്കെ വിളിക്കണവർ വിളിക്കും. നമ്മൾ എന്തായാലും നേരത്തെ കാലത്ത് വിളിച്ചു. കാരണന്മാരിനെയൊക്കെ വിളിച്ച് അവർക്കും കൊടുത്തു, നമ്മളും കഴിച്ചു വിട്ടോളെ. സംക്രമം അങ്ങനെ കൊണ്ടാടി. സംക്രമം പറയുമ്പോൾ എന്താ പറയുന്നത്, നമ്മളെ സംബന്ധിച്ചൊക്കെ വലിയ ഒരു ആഘോഷമാണ് കേട്ടോളെ. കാരണം ചെറുപ്പകാലങ്ങളിൽ ദാരിദ്ര്യത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ ഈ കർക്കിടക മാസം വരുമ്പോഴേ ഈ പലഹാരങ്ങളൊക്കെ കിട്ടുകയുള്ളൂ. ദോശ, ഇഡ്ഡലിയൊക്കെ പറയുന്ന പലഹാരം കിട്ടുകയുള്ളൂ. അതിൻ്റെ ഇടയിലൊക്കെ ഉണ്ടാക്കുക പറഞ്ഞാൽ വല്ലപ്പോഴും അത് വിരുന്നുകാർ വരുമ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണ്ടേ പറഞ്ഞ് അമ്മ ഉണ്ടാക്കിത്തരും. അപ്പോൾ ദാരിദ്ര്യം നിറഞ്ഞ ഒരു ജീവിതത്തിലാണല്ലോ നമ്മുടെ യാത്ര. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റം ഉണ്ടാകുന്നത് അടുത്ത കാലത്തൊക്കെയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഭക്ഷണത്തിനൊന്നും വലിയ ദാരിദ്ര്യമൊന്നുമില്ല. ഉണ്ണാനും കൊടുക്കാനും അത്യാവശ്യം ഒരു കുഞ്ഞു വീടും ഉണ്ട് കേട്ടോ. ഓട്ട് വരെയാണ് നമ്മുടെ ഓട്ട് വരെ, ചെറിയൊരു വീടാണ്. ഇത് അപ്പുറത്ത് പഠനം മുറി വരുന്നുണ്ട്. അത് സർക്കാരിൻ്റെ ചെറിയ മകൾക്ക് കിട്ടിയ പഠനം മുറിയാണ്. അപ്പോൾ ചെറിയൊരു വീടാണ്. ഇതിപ്പോൾ ഞാൻ കയറ്റിയതുമല്ല, ഇത് അച്ഛൻ കയറ്റി തന്ന ഒരു വീടാണ്. അമ്മൻ്റെയും അച്ഛൻ്റെയും ഒക്കെ അധ്വാനത്തിൽ കയറ്റിയ ഒരു കുഞ്ഞു വീട്ടിലാണ് ഞാനും ഭാര്യയും 2 മക്കളും അമ്മയൊക്കെ താമസിക്കുന്നത്. അപ്പോൾ ആരോഗ്യപരമായ പ്രയാസം കൊണ്ട് ഇങ്ങനെ ജീവിച്ച് വരികയാണ്. ഇപ്പോഴും ഒരു മാറ്റമൊന്നുമില്ല. മരുന്ന് കഴിക്കുന്നുണ്ട്. കോപ്പർ സംബന്ധമായ അസുഖമാണ്. അപ്പോൾ വലിയ ക്ഷീണമാണ്. അതൊക്കെ വെച്ചിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ചാമ്യച്ചനായി എത്തുന്നത്. ഇപ്പോൾ കുമരേഷാണ് കേട്ടോ. ഈ വർത്തമാനം കുമരേഷാണ്. പാതി ചാമ്യച്ചനും പാതി കുമരേഷുമായിട്ടാണ് ഇപ്പോൾ ഞാനിരിക്കുന്നത്. അപ്പോൾ ഇന്ന് സംക്രമ വിശേഷം ഒറ്റയ്ക്ക് പറയാണ്. അപ്പോൾ ഇന്നത്തെ സംക്രമം ഗംഭീരമായിരുന്നു. അപ്പോൾ ഗംഭീരം പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. നമുക്ക് വേറെ ഇതൊന്നും ഇല്ലല്ലോ. ഈ മദ്യപാനം മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഗംഭീരം പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുക, അത്രയേ ഉള്ളൂ. കുട്ടികളും കുടുംബത്തോടു കൂടി ഇരുന്ന് എല്ലാവരും കൂടി ഭക്ഷണം കഴിച്ച്
തൃപ്തിയോടുകൂടി കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് സംക്രമം അങ്ങനെയായിരുന്നു. അതിൻ്റെ ഒരു ചെറിയൊരു കാഴ്ചയാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ എല്ലാവരും സംക്രമ ആഘോഷിക്കുക പറയും, എല്ലാവരും ആഘോഷിക്കില്ല. കാരണം പാലക്കാട് ജില്ലയിൽ തന്നെ കിഴക്കൻ മേഖലയിലാണ് ഈ സംക്രമം കൂടുതൽ ആഘോഷിക്കുന്നത്. നമ്മുടെ ഒറ്റപ്പാലം, ഷൊർണൂർ, പട്ടാമ്പി, മണ്ണാർക്കാട് ഭാഗത്തൊന്നും എന്താണെന്ന് അറിയില്ല. പാലക്കാട് ജില്ല തന്നെയാണ്. പക്ഷേ എന്നാലും ചിറ്റൂർ, ആലത്തൂർ താലൂക്കിലുള്ളവർക്കാണ് ഈ ആഘോഷം, സംക്രമ ആഘോഷം, സംക്രാന്തി, ഈ ചിക്കൻ വയ്ക്കുക എന്നൊക്കെ. ഇന്ന് രാമായണ മാസമായിട്ടാണ് അറിയപ്പെടുന്നത്. അത് അടുത്ത കാലത്താണ് നമ്മളൊക്കെ അങ്ങനെ കാണാൻ തുടങ്ങിയത്. ഇതിൻ്റെ മുമ്പ് കർക്കിടക മാസം, പഞ്ഞമാസം, സംക്രമം വരിക, അങ്ങനെയാണ് നമ്മുടെ നാട്ടിൻ പുറത്ത് ഇപ്പോൾ രാമായണ മാസം എന്നൊക്കെ പറയുന്നതൊക്കെ ഈ അടുത്ത കാലത്താണ്. അപ്പോൾ പിന്നെ സംക്രമം 1-ാം തീയതി രാമായണ മാസമാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണു. അപ്പോൾ സംക്രമമൊക്കെ കഴിഞ്ഞു, ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ നേരുന്നു. ഈ ഒരു പഞ്ഞമാസം, കർക്കിടക മാസം 30 മനസ്സമാധാനവും ശാന്തിയും ദാരിദ്ര്യമൊന്നുമില്ലാതെ, പണ്ട് കാലത്ത് ദാരിദ്ര്യം അനുഭവിച്ച ഒരു മാസമാണ്. ആ ദാരിദ്ര്യവും വിഷമവും ഒന്നുമില്ലാതെ വളരെ നമ്മൾ പൊന്നും ചിങ്ങം പിറന്ന പൊന്നോണം വരും അടുത്ത് തന്നെ. അപ്പോൾ ആ പൊന്നും ചിങ്ങം പിറക്കുന്ന ഓണത്തിൻ്റെ ആ ഒരു സുഖം ഈ കർക്കിടകത്തിൽ എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണെന്ന് ഇന്ന് പ്രാർത്ഥനയാണ്. ശ്രീരാമ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ രാമായണ മാസത്തിൽ. അതേപോലെ എല്ലാ ദൈവങ്ങളുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി, യൂട്യൂബ് കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി സന്തോഷം. അപ്പോൾ സംക്രമം ആഘോഷിച്ചവർ താഴ്ത്ത് എഴുതണം കേട്ടോളൂ, ആരൊക്കെ എങ്ങനെ ആഘോഷിച്ചെന്നുള്ളത്. പാലക്കാട് കിഴക്കൻ മേഖലയിലുള്ള പ്രിയപ്പെട്ടവരുടെ സംക്രമ ദിവസമാണെന്ന്. അപ്പോൾ എല്ലാവരും ആഘോഷിക്കില്ല പാലക്കാടിൻ്റെ കിഴക്കൻ മേഖല, അതും കൂടി പറയാം. കാരണം എന്താ, കോഴി ഇറച്ചി വയ്ക്കുക, കുമ്പളങ്ങ വയ്ക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് രാമായണ മാസമായിട്ട് എന്നൊക്കെ തോന്നും. പക്ഷേ ഈ നാട്ടിൻപുറത്തെ പണ്ടത്തെ ഒരു ആചാരമാണ്. അതിന്നും തലമുറ ഇങ്ങനെ ആചരിച്ച് വരുന്നുണ്ട്. സംക്രമ ദിവസം എന്ന് പറഞ്ഞാൽ സംക്രാന്തി എന്നാണ് പച്ചയായിട്ട് ചാമ്യച്ചൻ്റെ ശൈലിയിൽ പറഞ്ഞാൽ സംക്രാന്തി എന്നാണ്. അപ്പോൾ ചാമ്യച്ചൻ്റെ ശൈലിയിൽ തന്നെ ഒരു 2 വരി കവിതയും പാടാം. ദോസകൾ ചൂടോടെ, കോഴിക്കൂട്ടാൻ സാതോടെ, കർക്കിടമഴയും കുളിർക്കാറ്റും കൂടാകുമ്പോൾ ഒരു ചങ്ങാതി. അപ്പോൾ കർക്കിടമഴ ഇങ്ങനെ വരികയാണ്. രാവിലെ നേരത്തെ മഴയുണ്ടായിരുന്നു, ഇപ്പം മഴയൊന്നും ഇല്ലാത്തോളെ. ഇനിയിപ്പോൾ കർക്കിടക മഴ, മോന്തി മഴ വരുമോയെന്നറിയില്ല. അപ്പോൾ മോന്തി മഴയും കുളിർക്കാറ്റും ഒക്കെ വരികയാണ്. വന്നാൽ 2 കഷ്ണം ഇറച്ചിയും കൂട്ടി ദോശപ്പുട്ടും കഴിച്ചിട്ട് പോകുക, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ എല്ലാ യൂട്യൂബ് കൂടപ്പിറപ്പുകൾക്കും പാലക്കാടൻ ചാമ്യച്ചൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും സ്നേഹം നിറഞ്ഞ സംക്രാന്തി ആശംസകൾ അറിയിക്കുകയാണ്. ഇന്നലെ ചാമ്യച്ചനും അമ്മൂമ്മയും കൂടി അവതരിപ്പിച്ചു, ആശംസ അറിയിച്ചു. ഇന്ന് എൻ്റെ കുമരേഷ് വടവന്നൂരിൻ്റെ സ്വന്തം സ്നേഹം നിറഞ്ഞ സംക്രാന്തി ആശംസകൾ അറിയിക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ പ്രാർത്ഥനയോടെ.